ഹലോ കൂട്ടുകാരെ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഒരു ഓൺ വോയിസിൽ വരുന്നത്. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. നീത്തിയുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ഒരുപാട് ബിസിയായിരുന്നു. പിന്നെ അതിന് ശേഷം പനി വന്നതിന് ശേഷം കഫക്കെട്ടെല്ലാം കൂടെ വന്നു കയറി സൗണ്ട് പോലും ഇല്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടേ ഇല്ല എന്ന് പറയാം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം, അപ്പോൾ അതിൽ ഓൺ വോയിസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വന്നിരിക്കുകയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സൗണ്ടൊന്നും ക്ലിയറേ അല്ലായിരുന്നു എനിക്ക്. അതുപോലെ പല്ല് കേട് വന്നു, പല്ലെടുത്തു, അതിൻ്റേതായ കുറച്ച് ഇൻഫെക്ഷൻ വന്നു. മൊത്തത്തിലെല്ലാം കൊണ്ടും കുറേ ആയിട്ട് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോസൊന്നും ഓൺ വോയിസിൽ ചെയ്യാഞ്ഞതും ഒരുപാടായി ലൈവിൽ വരാഞ്ഞതും എല്ലാം അതുകൊണ്ടാണ്. പിന്നെ ഇന്നെന്താ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി ഈസ്റ്ററും കാര്യങ്ങളും എല്ലാം ആണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ലൈവിലൊക്കെ വരാനായിട്ട് ശ്രമിക്കാം. ഇന്ന് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ കൃഷി അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ എന്തായാലും ഇതുപോലെ കൃഷി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും നടുന്നവരായിരിക്കുമല്ലോ. ഞാനാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുറച്ച് പച്ചക്കറികൾ നട്ടു. ചീര, വെണ്ട, വഴുതനം, പയർ, പാവൽ, മത്തൻ, നിത്യവഴുതനം, അങ്ങനെ കുറച്ച് സ്ഥലത്ത് നമ്മൾ കുറച്ച് പച്ചക്കറികൾ നട്ടു. എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് ഇത്രയും. ആദ്യമായിട്ട് ഞാൻ ഇത്രയും ചെയ്യുന്നത്. അല്ലെങ്കിൽ 1-2 എണ്ണമൊക്കെ ചെയ്യാറുള്ളായിരുന്നു. അങ്ങനെ ഇന്നല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഓൺ വോയിസിൽ വന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കൃഷികളൊക്കെ ചെയ്യുന്നവരാണോ നിങ്ങൾ? അപ്പോൾ എൻ്റെ കൃഷിയൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് കാണാൻ? ഇത് എല്ലാം പൂവിട്ട് കായ്ച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. അല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ മുരിങ്ങ, ഓമ, പലതരം മുളകുകളുണ്ടല്ലോ, പച്ചമുളക്, കാന്താരി, ഉണ്ടമുളക്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേറെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.